ചെറുപ്പത്തിൽ ഞാൻ ഉണ്ടായപ്പോൾ ഞാൻ 93 ഡിസംബർ മാസം 27-ാം തീയതിയാണ് ഞാൻ ഉണ്ടാകുന്നത്. ഞാൻ ഉണ്ടായ പാടെ ഡോക്ടർമാർ ശ്രദ്ധിച്ചൊരു കാര്യം, എനിക്ക് പാല് കുടിക്കാനോ അല്ലെങ്കിൽ വെള്ളം കുടി ഒന്നും പറ്റുന്നൊരവസ്ഥയായിരുന്നില്ല. എന്ത് കഴിച്ചാലും അത് വായിലൂടെ മൂക്കിക്കൂടെയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന വലിയൊരവസ്ഥ. അതെന്നതാണെന്ന് നമുക്ക് ആർക്കൊന്നും മനസ്സിലാകുന്നില്ല. ഒന്നും കുടിക്കാനും പറ്റുന്നില്ല, കഴിക്കാനും പറ്റുന്നില്ല, മുലപ്പാൽ കുടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ അവർക്കൊന്നും തിരിയുന്നില്ല. ഞാനിവിടെ തലശ്ശേരി കൂത്തുപറമ്പ് അടുത്തുള്ള നമ്മുടെ SH സിസ്റ്റേഴ്സിൻ്റെ ഒരു തൊക്കിലങ്ങാടി ഹോസ്പിറ്റലിൽ ഞാൻ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെയുള്ള ടെസ്സി ഡോക്ടറാണ് എന്നെ എടുക്കുന്നത്. അപ്പോൾ ഡോക്ടർ എന്നെ എടുത്ത ശേഷം ഡോക്ടറിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഉടനെ അന്ന് മംഗലാപുരത്തുള്ള യൂണിറ്റി ഹോസ്പിറ്റൽ, അന്നുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലാണ് യൂണിറ്റി ഹോസ്പിറ്റൽ, അങ്ങോട്ട് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അപ്പച്ചനും അമ്മയും കൂടെ എന്നെ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് വിദഗ്ധരായ ഡോക്ടർമാരെല്ലാവരും മാറി മാറി പരിശോധിച്ചു. അപ്പോൾ അവിടുത്തെ സീനിയറായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഡോക്ടർ പുള്ളി എന്നെ പരിശോധിച്ച ശേഷം എൻ്റെ അപ്പച്ചൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞൊരു കാര്യം, ഒരാഴ്ചയിൽ കൂടുതൽ ഈ കൊച്ച് ജീവിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ കൊച്ചിനെ കൊണ്ട് വീട്ടിൽ പോക്കോ, അതുകൊണ്ട് പരമാവധി സ്നേഹവും സന്തോഷവും കൊടുത്ത് കൊച്ചിനെ പറഞ്ഞു വിടാൻ നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും വായിൽ നാവിന് മുകളിൽ കുറുനാക്ക് എന്ന് പറയുന്ന സാധനമുണ്ട്, ഒരു കുഞ്ഞു സാധനമുണ്ട്. അവിടെ വലിയൊരു ദ്വാരമാണ്, ഒരു പൊത്ത്. അപ്പോൾ അതുള്ളത് കൊണ്ടാണ് ഒന്ന് കഴിക്കാനോ കുടിക്കാനോ ഒന്നും പറ്റാതിരുന്നത്. അപ്പോൾ കുടിക്കുന്ന എല്ലാ ദ്വാരത്തിൽ കൂടെ മൂക്കിക്കൂടെ വായിക്കൂടെ ഇങ്ങനെ പുറത്തേക്ക് വരിക. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാനോ തുന്നിപ്പിടിപ്പിക്കാനുള്ള വലിയ സാങ്കേതിക മികവൊന്നും ആ സമയത്ത് ആയിട്ടില്ലായിരുന്നിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് അവർ പറഞ്ഞത്. അങ്ങനെ ഞങ്ങളുടെ അപ്പച്ചൻ്റെ അമ്മയുടെ നിർബന്ധ നിമിത്തം നമ്മുടെ വിശ്വാസം കൊണ്ടോ എന്തോ അവിടെ ഓപ്പറേഷൻ ചെയ്യാമെന്ന് അവർ തീരുമാനിച്ചു. അപ്പോഴും ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി അഥവാ ഓപ്പറേഷൻ ചെയ്ത് കൊച്ചിന് ജീവൻ തിരിച്ചു കിട്ടിയാലും ഈ കൊച്ചിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംസാരിക്കാൻ പോകുന്നില്ല. സംസാരിച്ച ശേഷം പൂർണ്ണമായിട്ട് കൊച്ചിന് നഷ്ടപ്പെടും. അതുകൊണ്ട് പിന്നെ നിങ്ങളത് കൊടുത്ത് വിഷമിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടെ കേട്ടപ്പോൾ അപ്പച്ചനമ്മ കൂടുതൽ വിഷമമായി. അവർ അന്ന് ആ ഹോസ്പിറ്റൽ തൊട്ടടുത്തുള്ള ഒരു ദേവാലയമുണ്ട്, ആ ദേവാലയത്തിലേക്ക് ചെന്ന് അവിടുത്തെ ഇതുപോലെ പള്ളിയുടെ ഫ്രണ്ടിലത്തെ വാതിൽ തുറന്ന് കിടക്കുമായിരുന്നു. ആ വാതിൽ കൂടെ അകത്ത് കയറി ഇവർ ആൾത്താരേക്ക് കയറി ബലിപീഠത്തെ കെട്ടിപ്പിടിച്ച് ഇവർ പ്രാർത്ഥിക്കുക. ഇവരൊറ്റ കാര്യം പ്രാർത്ഥിച്ചുള്ളൂ, കൊച്ചിനെ സംസാരിക്കാനുള്ള ശേഷി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ജീവനോടെ കൊച്ചിനെ കിട്ടിയാൽ മതി. അങ്ങനെ അവർ പ്രാർത്ഥിച്ച് തിരിച്ച് ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറോട് പറഞ്ഞു, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾ ചെയ്തോ, ഈശോ നോക്കിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ഓപ്പറേഷൻ ചെയ്തു. ഒരു 7-8 മണിക്കൂർ നീണ്ടു നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് പുറത്തു പോകുന്ന ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. അങ്ങനെ ഡോക്ടർ പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, എനിക്കതിന് ജീവൻ തിരിച്ചു കിട്ടി. അവർക്കത് മാത്രം മതിയായിരുന്നു.